ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ സ്നേഹിച്ചു പുത്രത്വം തന്നു നിൻ രാജ്യത്തിൽ ആക്കിയ, പുത്രത്വം തന്നു നിൻ രാജ്യത്തിൽ ആക്കിയ എന്റെ രക്ഷയും എന്റെ കോട്ടയും എന്റെ ശൈലവും എന്നേശു മാത്രമേ. എന്റെ രക്ഷയും എന്റെ കോട്ടയും എന്റെ ശൈലവും എന്നേശു മാത്രമേ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി ഈ ജീവിതയാത്രയിൽ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി ഈ ജീവിതയാത്രയിൽ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായിട്ട് അല്പമായിട്ട് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്ന് അതിൻ്റെ 18-ാം വാക്യം വായിച്ച് അതിൽ നിന്നും അല്പകാര്യങ്ങൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. 1:18 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. അതിൻ്റെ 17-ാം വാക്യം നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചിന്തിച്ചതാണ്. എന്നിരുന്നാലും അവിടെ യോഹന്നാൻ കർത്താവിനെ തൻ്റെ പൂർണ്ണ മഹത്വത്തോടുകൂടെ ദർശിച്ചപ്പോൾ താൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീഴുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അങ്ങനെ വീണ യോഹന്നാനെ കർത്താവ് തൻ്റെ കരം തൊട്ട് ആശ്വസിപ്പിക്കുകയാണ്. അവിടെ ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഇങ്ങനെ കർത്താവ് പറയുന്നു: ഭയപ്പെടേണ്ട. കാരണം ഈ ലോകത്തിൽ കർത്താവ് പരസ്യ ശുശ്രൂഷ കാലയളവിൽ നടന്ന സമയങ്ങളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെയും മധ്യത്തിൽ കൂടെ കടന്നു പോയപ്പോഴും ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ച അതേ ശബ്ദം: ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെയും അതേ ശബ്ദത്തിൽ യോഹന്നാനെ ധൈര്യപ്പെടുത്തുകയാണ്: ഭയപ്പെടേണ്ട. എന്നിട്ട് അടുത്ത വാക്യം നമുക്ക് അവിടെ വായിക്കുന്നത്: ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. കർത്താവ് തൻ്റെ ദൈവത്വത്തെ അല്ലെങ്കിൽ തൻ്റെ പൂർവാസ്തിക്യത്തെ താൻ അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ദൈവത്തിൻ്റെ പൂർണ്ണ മഹത്വം ആ ക്രിസ്തുവിൽ കൂടെ അവിടെ താൻ തന്നെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നു. എന്നിട്ട് ഈ നമ്മൾ വായിച്ച 18-ാം വാക്യത്തിൽ 3 കാര്യങ്ങൾ യോഹന്നാനെ അവിടെ ധരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്നാമതായിട്ട് പറയുകയാണ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ കാണുന്നത് ഞാൻ മരിച്ചവനായിരുന്നു. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ വേളയിൽ തൻ്റെ മരണസമയത്ത് ക്രൂശിനോട് ചേർന്ന് നിന്ന ശിഷ്യനായിരുന്നു യോഹന്നാൻ എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ഈ യോഹന്നാനെയാണ് കർത്താവ് തൻ്റെ പല കാര്യങ്ങൾ അവിടെ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തൻ്റെ മാതാവിനെ ഇതാ നിൻ്റെ അമ്മ, ആ മറിയയോട് പറഞ്ഞു ഇതാ നിൻ്റെ മകനെന്ന് പറഞ്ഞുകൊണ്ട് ആ യോഹന്നാനെ ഒരു ഉത്തരവാദിത്വം അവിടെ ഏൽപ്പിക്കുകയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ക്രൂശിൽ കിടക്കുമ്പോഴും താൻ ചില ദൗത്യങ്ങൾ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ യോഹന്നാനെ ഏൽപ്പിച്ചതായിട്ട് ആ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനരികെ നിന്നുകൊണ്ട് തൻ്റെ മരണം ദർശിച്ച ശിഷ്യനാണ് യോഹന്നാൻ എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ആ യഹൂദന്മാരെ പേടിച്ച് ആ മാളിക മുറിയിൽ വാതിലടച്ചിരിക്കുമ്പോൾ കർത്താവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പോൾ മരിച്ചവനായിരുന്ന കർത്താവ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ യോഹന്നാനോട് പറയുകയാണ്, ഞാൻ മരിച്ചവൻ ആയിരുന്നു. ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്
തൻ്റെ മരണം എന്നുള്ളത് അത് തിരുവഴുത്തിൻ പ്രകാരം ഉള്ള മരണമാണ്. തൻ്റെ മരണം എന്നുള്ളത് ഒരു പ്രായശ്ചിത്ത മരണമാണ്. ആ നിലയിൽ സകല മനുഷ്യർക്കും വേണ്ടി, ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയായിരുന്നു താൻ മരിച്ചത് എന്നുള്ളത് നമുക്കവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നു. ഇവിടെ യോഹന്നാനോടും പറയുകയാണ്, യോഹന്നാനെ ഞാൻ മരിച്ചവനായിരുന്നു. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുകയാണ്, എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ മരണം കൊണ്ട് അവസാനിച്ചവനല്ല നമ്മുടെ കർത്താവ് എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ ആ യോസേഫിൻ്റെ കല്ലറയിൽ അടക്കി അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവിടെ ആ ഒരു വലിയ കല്ല് ആ കല്ലറയുടെ വാതുക്കൽ ഉരുട്ടി വയ്ക്കുകയും അവിടെ റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്ര അവിടെ ആ കല്ലറയിൽ പതിപ്പിക്കുകയും അതിനുശേഷം നമുക്കറിയാം വലിയൊരു കാവൽ കൂട്ടത്തെ അവിടെ കാവൽ നിർത്തുകയും ചെയ്യുന്നു. അവിടെ ഇത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുവാനുള്ള സാവകാശമില്ലാത്തത് കൊണ്ട് അവിടെ ഞാൻ ഇത്രയും പറഞ്ഞു മുന്നോട്ട് പോവുകയാണ്. അവിടെ നമുക്കറിയാം 3-ാം ദിവസം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, നമുക്കറിയാവുന്ന കാര്യമാണ്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ചവനാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. മരണം കൊണ്ട് അവസാനിക്കേണ്ടവനല്ല, മരണത്തിന്മേൽ അല്ലെങ്കിൽ സകലത്തിന്മേലും അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 23-24 വാക്യത്തിൽ പത്രോസിൻ്റെ പ്രസംഗത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറായനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോൾ മരണത്തിന്മേൽ അധികാരമുള്ളവൻ പിടിച്ചു വെക്കുന്നത് അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മരണത്തിന് അതീതനായ നമ്മുടെ കർത്താവിനെ അവിടെ കാണുക. ഇവിടെ കർത്താവ് തന്നെത്താൻ വെളിപ്പെടുത്തുന്നു, ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുന്നു. അവർ ദൈവത്തെ ആരാധിക്കും. ഈ യേശു ക്രിസ്തുവിനെ, എന്നേക്കും ജീവിച്ചിരിക്കുന്ന ഈ കർത്താവിനെ അവിടെ സ്വർഗീയ ദൂതഗണങ്ങൾ ആരാധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. മൂന്നാമതായിട്ട് താനിവിടെ പറയുകയാണ്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നമുക്കറിയാം, താക്കോൽ എന്നുള്ളത് അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ അവിടെ ഒരു താക്കോലിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസിനെ ഈ താക്കോൽ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അവൻ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ തുറന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഇവിടെ ശിഷ്യനായിരിക്കുന്ന പത്രോസിനെ കർത്താവ് ഏൽപ്പിക്കുകയാണ്. ഈ ദൗത്യം മനുഷ്യരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പത്രോസ് ആ താക്കോൽ കൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 2:34, 34 മുതൽ 38 വരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ പത്രോസ് നിന്നുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ യഹൂദന്മാർക്ക് കുത്തുകൊണ്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. യഹൂദന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യജമാനന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുകയാണ്. അവിടെ പത്രോസ് അവന് മറുപടി കൊടുക്കുന്നു, ഈ വക്രതയുള്ള തലമുറയുടെ മധ്യത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവീൻ എന്ന മറുപടി നമുക്കവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഏകദേശം 3000 യഹൂദന്മാർ
അവിടെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ താക്കോൽ ഉൾക്കൊണ്ട് സ്വർഗരാജ്യം അവിടെ തുറന്നു കിടക്കുകയും അതിലേക്ക് 3000 പേർ പ്രാരംഭമായിട്ട് പ്രവേശിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അടുത്തത് നമുക്ക് ആ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ വെച്ച് നടന്ന സംഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പത്രോസ് പ്രസംഗത്തിൽ താൻ അവിടെ ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഇപ്പോൾ യഥാർത്ഥമായിട്ട് ഗ്രഹിക്കുന്നു. അപ്പോൾ യഹൂദനും ജാതിക്കും ഒരുപോലെ ഈ താക്കോല് കൊണ്ട് സ്വർഗരാജ്യം തുറന്നു കൊടുത്ത് അവർ ഒരു പിതാവിൻ്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഭാഗ്യം നമുക്കും ലഭിച്ചു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. എന്നാൽ നമുക്ക് ഈ കർത്താവിടെ പറഞ്ഞു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇത് മറ്റാരെയും കർത്താവ് ഏൽപ്പിച്ചിട്ടില്ല. ഈ അധികാരം കർത്താവിന് മാത്രമുള്ള അധികാരമായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിന് മാത്രമുള്ള അധികാരമാണ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ. ഒന്നാമതായിട്ട് നാം കണ്ടു, ഞാൻ മരിച്ചവനായിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ വായിച്ചു, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുള്ളവനായിട്ട്, അധികാരമുള്ളവനായിട്ട് കർത്താവായിരിക്കുന്നു. ഈ മരണം, പാതാളം എന്നുള്ളതൊക്കെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡുകളിൽ ആ കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവഹിതമെങ്കിൽ അത് നടക്കട്ടെ. ആ നിലയിൽ ദൈവം സഹായിക്കട്ടെ.